മമ്മു എൻ്റെ കൂടെ കൂടിയിട്ട് 2 വർഷമായി. ഓക്കെ, ഈ 2 വർഷത്തിൻ്റെ ഇടയിൽ എത്രയോ പൈസ ഞാൻ ഇവർ കൊടുത്തിട്ടുണ്ട്. ഗൂഗിൾ പേ ആയിട്ടും ബൈ ഹാൻഡ് ആയിട്ടും സാധനങ്ങൾ മേടിച്ചു കൊടുത്തിട്ടായാലും ചെയ്ത് കൊടുത്തിട്ടായാലും എത്രയോ പൈസ, എല്ലാത്തിനും പ്രൂഫ് ഞാൻ കാണിച്ചു തരും. ഇതൊന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ പ്രൂഫ് മൊത്തം ഞാൻ കാണിച്ചു തരും. മമ്മൂന് ഞാൻ കൊടുത്ത പൈസ കയ്യും കണക്കുമില്ല. ഓക്കെ, പിന്നെ അവൻ്റെ വീട് പുതിയ ഓനക്കൊരു വീട് സെറ്റാക്കിയിട്ട് ആ വീട്ടിലേക്ക് ഓൻ്റെ ഉമ്മനെ താമസം മാറ്റാൻ ചിന്തിച്ചോനെ ഞാൻ പൊട്ടനായിരുന്നു ഞാൻ. അതിൻ്റെ അടുക്കാണ് 3 മാസം മുമ്പേ ഇവരെ ടീമിൻ്റെ ഓപ്പറേഷൻ ഞാൻ പിടിച്ചത്. ഓക്കെ, പ്രൂഫ് ആദ്യം കാണിച്ചിട്ട് മുന്നോട്ടേക്ക് പോവാം. ഓക്കെ, എനിക്ക് 5-6 ഗൂഗിൾ പേ ഉണ്ട്. വെറും ഒരു ഗൂഗിൾ പേയിലെ കാര്യം ഞാനിപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് വേറെ ഗൂഗിൾ പേ. എടാ ശരത്താ ഏതിൽ സ്ക്രീൻ ഷെയർ കാണിക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ ഇങ്ങനെ ക്യാമറയിൽ കാണിക്കാം, അതാണ് നല്ലത്. ഗൂഗിൾ പേ തുറന്നിട്ട് സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, മമ്മുവിൻ്റെ ഒന്ന് ഫോക്കസ് ചെയ്യണം. ശരത്തിനൊന്ന് വിളിച്ചേ. ഇതിൽ കുറേ ചെറിയ പേയ്മെൻറ്റ്സ് ഉണ്ട്, അത് നിങ്ങൾ നോക്കണ്ട. ചെറിയ പേയ്മെൻറ്റ്സ് നോക്കണ്ട. ഇത് നമ്പർ ലീക്കായാലും നമുക്ക് ഒരു കുഴപ്പമില്ല. മോനേതാ മമ്മൂൻ്റെ അക്കൗണ്ട് ആയത്. മമ്മൂൻ്റെ അക്കൗണ്ടിലേക്ക് ഇത്രയും കാലമായിട്ട് അയച്ചു കൊടുത്ത എല്ലാത്തിൻ്റെയും പൈസ ഓൻ പറഞ്ഞെന്താ ഇത്രയും കാലം ഒരുമിച്ച് വന്നിട്ട് 1 രൂപ പോലും എനിക്ക് കൊടുത്തില്ല. 1 രൂപ പോലും. എത്ര ലക്ഷം മൊത്തം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കൗണ്ട് ചെയ്തു. ഓക്കെ, ഇത് ഗൂഗിൾ പേ മാത്രമാണ്. എനിക്ക് 5-6 ഗൂഗിൾ പേ ഉണ്ട്. ഓക്കെ, അതിലൊന്ന് വേറെ ചേർത്ത് മറ്റേ ഫോൺ നിർത്തുക. അതിൻ്റെ ഗൂഗിൾ പേയും കൂടി ഒന്ന് മമ്മൂൻ്റെ ഒന്ന് തുറന്നിക്കണം. ഇതോ കണ്ടോ, ഇതൊരു ലോങ് ലൈവായിരിക്കും ഗൈസ്. അത്രയും സാധനങ്ങൾ കാണിക്കാനുണ്ട്, അത്രയും കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, ഫേക്ക് ആണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാം. അല്ലെങ്കിൽ മമ്മൂൻ്റെ ഗൂഗിൾ പേ തുറന്നിട്ട് ഇത് കാണിക്കാൻ പറയാം. ഒറിജിനൽ, അതായത് ഇത് ഐഫോണാണ്. ഐഫോണിൻ്റെ ഗൂഗിൾ പേൻ്റെ ആപ്പാണിത്. ഓക്കെ, ഗൂഗിൾ പേൻ്റെ ആപ്പാണിത്. നമുക്കിത് ഫുള്ള് കാണിച്ച് വയ്ക്കട്ടെ, എന്നിട്ട് ഞാൻ റിപ്ലൈ തരാം. ഇതാ മമ്മൂൻ്റെ അക്കൗണ്ടാണ്. ഇത് ഫേക്ക് ആണെങ്കിൽ മമ്മൂൻ്റെ അത് കാണിച്ചാൽ ഇതാവുമല്ലോ. മമ്മൂൻ്റെ ഫോണ് തുറന്നിട്ട് ഇത് കാണിക്കട്ടെ. ഓക്കെ, ഇത് ഫേക്കാന്ന് പറയുന്നവരാണ്. ഇത് കണ്ടോ, ഇത് ഗൂഗിൾ പേ ഒറിജിനൽ. ആപ്പിൾ അങ്ങനെ ഇതാക്കാൻ പറ്റുമോ? ആപ്പിളിൽ ഫേക്ക് ചെയ്യാൻ പറ്റുമോ? എനിക്കറിയില്ല കേട്ടോ. പറ്റുമോ? ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുക്കാം, കുഴപ്പമില്ല. ഞാൻ കാര്യം പറ്റേ, ഈ 3500 തെളിവുകൾ എനിക്ക് ഒരിക്കലും ഇന്ന് കാണിച്ചു തീർക്കാൻ പറ്റില്ല. നാളെ ഇതിന്റെ ബാക്കിയായിട്ട് ശരത്ത് വരും. ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ എക്സ്ട്രാ വേണ്ട സാധനങ്ങളുണ്ട്. ഈ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ പറഞ്ഞിട്ടോ, കമന്റ്സിൽ എവിടെ വെച്ചാൽ ടൈപ്പ് ചെയ്തിട്ടോ, നാളെ ശരത്തൊന്ന് കാണിക്കും. കാരണം ഇന്നത്തെ ഇതോടുകൂടി എനിക്ക് ഇതിൽ നിന്ന് ഒഴിയണം. ഓക്കെ, ഇവരുടെ ഈ ഡാർക്ക് സാധനങ്ങൾ, ഈ ഹൊറർ സ്റ്റോറി എനിക്ക് നിങ്ങളെ തുറന്ന്, ഇതെല്ലാം ചെറിയ കേസാണ്. ഈ ഗൂഗിൾ പേയും ഇതെല്ലാം ചെറിയ, ഞാൻ സ്റ്റാർട്ട് ചെറിയ കാര്യങ്ങൾ കാണിക്കുന്നതാണ്. ഓക്കെ, അതോ ഈ ആപ്പിളിൽ എങ്ങനെയാണ് ഇത് ഫേക്ക് ചെയ്യാൻ പറ്റും എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾക്ക് ഇത് വേറൊരു ഗൂഗിൾ പേ അക്കൗണ്ടാണ്. ഇതാ മുഹമ്മദ് കെന്ന് കാണാം. ഫോക്കസ് ഇതാ മമ്മൂൻ്റെ അക്കൗണ്ട്. ഈ നമ്പർ മമ്മൂൻ്റെ അല്ലാന്ന് പറയാൻ കഴിയില്ലല്ലോ. ഇതിന് മുന്നേ ഉള്ള എൻ്റെ വേറെ നമ്പർ ഉണ്ട്, എൻ്റെ ലീക്കായ നമ്പർ. ചില ആൾക്കാർക്ക് അറിയാം, ആ നമ്പറുള്ള ഗൂഗിൾ പേയിലും ഉണ്ടാവും. ഓക്കെ, ചെറുത് നോക്കണ്ട. എടാ, ഇവർക്ക് പൈസക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ 25 ഇത് ഇടക്കിടക്ക് ഓരോന്നും ഇങ്ങനെ മിസ്സായി പോകും, എനിക്കറിയില്ല. ഇവർക്ക് പൈസക്ക് ആവശ്യം വരില്ല, മനസ്സിലായോ? സാലറി പോയിട്ട് എന്ത് സാലറിനേക്കാളും എത്ര ഇരട്ടിയ ഇവർ കിട്ടുന്നതെന്നറിയോ? കയ്യിൽ ക്യാഷ് ആയിട്ടും ഈ ഗൂഗിൾ പേ ആയിട്ടും. ഐ വിൽ ഷോ യു എവറിത്തിങ് ഓൺ ഹിസ് അക്കൗണ്ട്, കട്ട് ആക്സസ് നൗ. അങ്ങനെ പറഞ്ഞാൽ അതാ കണ്ടല്ലോ ഈ 2 അക്കൗണ്ടിനാണ് ഞാൻ ഇപ്പോൾ കാണിച്ചത്. ഇനിയും അക്കൗണ്ടുകളുണ്ട്. ഓക്കെ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേണമെങ്കിൽ നാളെ ശരത്ത് വന്ന് കാണിച്ചിട്ടും കംപ്ലീറ്റ്ലി ട്രാൻസ്പെറൻറ്റ് ആയിട്ട്. ഇതിലൊന്നും മറച്ചു വെക്കാനില്ല. ഓക്കെ, ഫുള്ളി ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഒന്നും മറച്ചു വെക്കാനില്ല. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് പിന്നെന്താ വേണ്ടത് പറ. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വേറെ എന്താ വേണ്ടത് പറഞ്ഞോ. എടാ, ഓൻ പറഞ്ഞു 1 രൂപ പോലും അവന് കൊടുത്തില്ല എന്നാണ് പറഞ്ഞത്. ഓൻ എങ്ങനെ പറയുക? 1 രൂപ പോലും കൊടുത്തില്ലാന്ന്? എന്തൊരു പച്ചക്കള്ളാണത്. ഈസ് ഇൻ ദിസ് ഓൾ ഫോർ യുവർ ഓൺ ഗുഡ്. എടാ, എൻ്റെ ഗുഡിന് വേണ്ടിയിട്ട് ഞാൻ എന്തിനാണ് അവരെ തീറ്റി പോറ്റുന്നത്? അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ടാലൻ്റ് ഉള്ള ആൾക്കാർ എനിക്ക് എടുത്ത് നിർത്തിച്ചൂടെ? എന്തെങ്കിലും കാര്യമുള്ള ആൾക്കാർ എനിക്ക് എടുത്ത് നിർത്തിച്ചൂടെ? എടാ, ഞാൻ എടുത്ത ആൾക്കാർക്ക് ഒരു പാറ്റേൺ ഉണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവരും ഈ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളോട് അന്നേ ഞാൻ പറഞ്ഞ കാര്യം. ഇവരൊരിക്കലും ചതിക്കൂല എന്നുള്ളൊരു മൈൻഡ് ആയിരുന്നു എനിക്ക്. മനസ്സിലായോ? ഇവരെല്ലാം വളർത്തി വലുതാക്കി കഴിഞ്ഞാൽ ഇവരിങ്ങനെ വിഷം കുത്തുന്നത് എനിക്കറിയില്ലല്ലോ. വെഡിങ്ങാ? ആരെ വെഡിങ്ങാ? മനസ്സിലായില്ല. GF ഇല്ല, അതൊന്നും ഇപ്പം അതവിടെ പേഴ്സണൽ ഇത്. ഷമീർ ഇന്നലെ ഒരു വെറും തന്തയില്ലായ്മ ഇന്നലെ കാണിച്ചത്. എൻ്റെ ഗേൾ ഫ്രണ്ട് ഇതെല്ലാം അതിലേക്ക് ഇതാക്കേണ്ടത്. ഓൻ അറിയാത്ത പോലെ ഫോൺ പെട്ടെന്ന് ഇതായിട്ട് ഗാലറിയിൽ നിന്ന് ഏതോ ഫോട്ടോ അറിയാണ്ട് കണ്ട പോലെ, അയ്യോ അറിയാണ്ട് കണ്ടുപോയി എന്ന് പറഞ്ഞിട്ട് ഓൾ ഞാൻ നിൽക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചേക്കാം. എന്തിൻ്റെ ആവശ്യമുണ്ട്? അതിൻ്റെ എന്താ ആവശ്യമുള്ളത്?
അടി ഇവർക്ക് പൈസ വേണ്ടതെങ്കിൽ ഞാൻ അത് ഓക്കെ ഇതൊക്കെ ഇവിടെ പ്രൂഫിൻ്റെ ഇനി പ്രൂഫ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ചറ പറയാൻ കാണിച്ചില്ല. ഞാൻ ഈ സ്റ്റോറി ഒന്ന് പറഞ്ഞോട്ടെ ഓക്കെ. അതായത് 3 മാസം മുന്നേ ഗ്യാങ് പിരിയാനുള്ള കാരണം ഞാൻ പറഞ്ഞില്ല. ഇത് കുറച്ച് ഡാർക്ക് ആയിരിക്കും, ഒന്ന് പിടിച്ചിരുന്നോ, ഇത് കേൾക്കുമ്പോൾ ഡൈജസ്റ്റ് ആകാൻ പാടായിരിക്കും. ഓക്കെ, പക്ഷേ എല്ലാത്തിനും ക്ലിയർ കട്ട് പ്രൂഫ് ഞാൻ കാണിച്ചു. ഓക്കെ, 3 മാസം മുന്നേ ഈ ഗ്യാങ് പിരിയാൻ കാരണം ഷമീറാണ്. ഓക്കെ, അത്രയും കാലം ഇല്ലാത്ത ഒരു ഗ്രീഡും ഒരു അത്യാഗ്രഹവും ഷമീറിന് വന്നു. അന്ന് ഷമീറിനെ ഞാൻ അത്രയും എഫേർട്ട് ഇട്ട് അത്രയും സ്കൈ റോക്കറ്റ്, അതായത് ഓൻ എന്നെക്കാളും ബെറ്റർ ആണെന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് വന്നുപോയി. മനസ്സിലാ, ഓൻ അത്രയും സ്കൈ റോക്കറ്റ് ചെയ്യണം, ഓൻ അത്രയും മുകളിൽ എത്തണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്ക് വന്നുപോയി. അതിൽ ഞാൻ ഒന്നും നോക്കാണ്ട് മൊത്തം എൻ്റെ വാച്ചിങ് മൊത്തം, എൻ്റെ സ്റ്റോറി, എൻ്റെ റീല് എല്ലാത്തിലും ഇവനെ കൊളാബ്, എൻ്റെ ലൈവ് കഴിഞ്ഞിട്ട് ലൈവിൻ്റെ ഓഡിയൻസ് മൊത്തം അങ്ങോട്ടേക്ക് കൺവേർട്ട് വരും. ചില ലൈവുകൾ കൺവേർട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ ലൈവ് ചെയ്യാണ്ട് ലൈവ് ഓണാക്കി വെച്ചിട്ട് നേരെ ഷമീറിൻ്റെ ലൈവിലേക്ക് പോയിക്കോന്ന് പറഞ്ഞിട്ട് വരെ അങ്ങനെ ഇതാക്കിയിട്ട് പുഷ് ചെയ്തിട്ട് ഇവന് എക്സ്ട്രീം റീച്ച് വന്നു. അതിൽ ഏത് മനുഷ്യനും മാറും. ഓക്കെ, ഗ്രീഡിന് വേണ്ടിട്ട് പൈസക്ക് വേണ്ടിട്ട് എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഞാൻ സഹിക്കും. പക്ഷെ മോനെ ഇത്രയും ഓനിക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായ എന്നെ കൊന്നിട്ട് അതിൻ്റെ മുകളിൽ കയറി നിൽക്കണം എന്ന് ചിന്തിച്ചില്ലെങ്കിൽ ഷമീറിൻ്റെ പ്രൂഫ് മൊത്തം ഞാൻ കാണിച്ചില്ല. ഷമീറിൻ്റെ കാര്യം അത് നിങ്ങൾ അറിയണം. മമ്മൂൻ്റെ എല്ലാം അവിടെ നിൽക്കട്ടെ, നമുക്ക് ഷമീറിലേക്ക് കിടക്കാം. ഷമീറിൻ്റെ ആ മുഖം നിങ്ങൾ അറിയണം. ഓക്കെ, ആ ഒരു മുഖം നിങ്ങൾ അറിയണം. ഞാൻ ഒരു കാര്യം പറഞ്ഞില്ല, ഇവനെ ഞാൻ റീച്ച് ആക്കിയതിന് ശേഷം ഇവന് ഗ്രീഡ് കയറി. ഇവൻ എന്നെക്കാളും മുകളിലേക്ക്, എന്നെക്കാളും പൈസ ഉണ്ടാക്കണം, എന്നെക്കാളും റീച്ച് ഉണ്ടാക്കണം എന്നുള്ള മൈൻഡ് ഇവൻ്റെ ഉള്ളിലേക്ക് കയറി. ഓക്കെ, വാട്ട് അബൌട്ട് ഷഡ്ഡിയോ എടാ, ഓൻ എന്തെങ്കിലും പറഞ്ഞത് ഷഡ്ഡി ഡാൻസ് ഞാൻ നിർബന്ധിച്ച് കളിപ്പിച്ചത് ഷഡ്ഡി ഡാൻസ് കളിപ്പിച്ചത് അല്ല. ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ പ്രൂഫ് വരുന്നുണ്ടല്ലോ. ഓൻ പറയുന്നതിന് എന്ത് പ്രൂഫുള്ളത്? ഓൻ ചെയ്ത എന്തെങ്കിലും കാര്യത്തിന് ഞാനിപ്പോൾ ഇത്രയും പ്രൂഫുകളായിട്ട് ഇരിക്കുന്നത്. ഓൻ സംസാരിച്ച എന്തെങ്കിലും ഒരു കാര്യത്തിന് ഒരു പ്രൂഫ് ആ ആഡ്സെൻസിന് ഇങ്ങനെ കാണിച്ചിട്ട് ഓക്കെ അതിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, 3 മാസം മുമ്പ് ഞാൻ ഇവൻ 0-ൽ തുടങ്ങണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവർ ഭയങ്കര ഈഗോവും എക്സ്ട്രീം അത്യാഗ്രഹമാണെന്ന് എനിക്കറിയാം. പണ്ട് മുതലേ എനിക്ക് അറിയുന്ന കാര്യമാണ്. ഓക്കെ, അല്ല അതിന് മുന്നേ ഒരു കാര്യം, യൂട്യൂബ് ചാനലിൽ ലൈവിൻ്റെ എല്ലാം കാര്യത്തിന് മുന്നേ ഒരു കാര്യം ഞാൻ പറയാം. ഈ ഷമീറിനെ ഞാൻ പരിചയപ്പെട്ടിട്ട് 12 വർഷമായി എന്ന് പറഞ്ഞല്ലോ. ഈ 12 വർഷം മുന്നേ ചെറുപ്പത്തിൽ ഞാൻ, ഷമീർ, ഫസൽ, മുനു, നമ്മളൊരു ഗ്യാങ് ഉണ്ടായിരുന്നു ചെറുപ്പത്തിൽ. അപ്പോൾ അതിൽ ഇവൻ ഷമീർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്, അങ്ങനെയൊന്നുമല്ല, നമ്മൾ എല്ലാവരും